ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു. അപ്പം അതിനകത്ത് ഒരുപാട് കമന്റ് പറഞ്ഞു. നെഗറ്റീവായി ഏറ്റവും കൂടുതൽ പറഞ്ഞേ നിങ്ങൾ ആദ്യം അതൊന്ന് വായിച്ച് മനസ്സിലാക്കണമായിരുന്നു. ഉദയഗിരിജ ജീവമാതാ കാരുണ്യ ട്രസ്റ്റിൻ്റെ നടത്തിപ്പുകാരിയാണ്. കുറച്ച് നാൾ മുമ്പ് അതിനെതിരെ ഒരുപാട് അലിഗേഷൻ ഉന്നയിക്കുകയും പോലീസ് കേസ് വരെ എത്തുകയും അവസാനം അവർ ചെറിയ പെൺകുട്ടികളെ അവിടെ നിന്ന് ഒഴിവാക്കി വേറെ റീഹാബിലിറ്റേറ്റ് ചെയ്തു. ഇപ്പോൾ വയസ്സായ അമ്മമാരാണ്, അത് ഭംഗിയായിട്ട് അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും ഉദയഗിരിജയ്ക്ക് 2 കുട്ടികളാണ്. ഒന്ന് മൂത്ത മകൻ ഒരു 25 വയസ്സുകാരൻ, അയാളുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ആ മകൻ വിവാഹം കഴിച്ചത് അവിടുത്തെ തന്നെ അന്തേവാസിനിയായിരുന്ന ഒരു കുട്ടിയായിരുന്നു, അനാഥയായ ഒരു കുട്ടിയായിരുന്നു. പിന്നെ രണ്ടാമത്തത് മകളായിരുന്നു, മകൾ വിവാഹം കഴിച്ചു, അവർക്ക് കുട്ടികളില്ല. എന്തായാലും ഉദയഗിരിജ ഇത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിനിടയിൽ ഉദയഗിരിജ ഒരു വിവാഹം കഴിക്കുന്നു. ഏകദേശം അവരുടെ ഒരു ഏജ് ഒരു എന്തായാലും ഒരു 50 ഓട് അടുത്തുണ്ട്, അല്ലെങ്കിൽ 50+ ഉണ്ട്. അപ്പോൾ അവർ ഇങ്ങനൊരു സമയത്ത് വിവാഹം കഴിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെ വിമർശിച്ച് ഈ വയസ്സുകാലത്ത് ഇത് എന്തിനു പോയി, ഇത് എന്തിനായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരൊരുപാട് വിമർശിച്ചിരുന്നു. എന്തായാലും അവർ വളരെ ധൈര്യമുള്ള ലേഡിയാണ്. അതൊന്നും വകവയ്ക്കാതെ അവരവരുടെ ഹസ്ബൻഡിനോടും മക്കളോടും ഒപ്പം സസന്തോഷം ജീവിച്ചു പോകുന്നു. ഈയിടെ അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അവരും അവരുടെ മക്കളും. ഒരു സസ്പെൻസ് റിവീൽ എന്ന് പറഞ്ഞു, നമുക്കൊന്ന് കാണാം. റിവീൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പറയാൻ. അത് നമുക്ക് ഇവരത്തെ രണ്ടിടത്തും ചോദിക്കാം. രണ്ടിന്റെ നാടൻ കാണുമ്പോഴേ അറിയാം. പറഞ്ഞേ, രണ്ടുപേരൊന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് ഉണ്ണിക്കും വർഷയ്ക്കും ഇടയില് വഴക്കിനും അടി കൂടാനായിട്ട് വീണ്ടും ഒരു അതിഥി കൂടി വരും. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. വരാൻ പോകുന്നത് ഇവർക്കൊരു അനിയത്തിയാണോ അനിയനാണോ എന്ന് അറിയത്തില്ല. എനിക്ക് പക്ഷെ അനിയനാവണമെന്നാണ് താല്പര്യം. അയ്യോ, എനിക്കിനി ഒരു അളിയൻ വേണ്ടേ, അനിയത്തി മതി. എനിക്കും അനിയത്തി മതി. നമുക്ക് നോക്കാം, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെ കാണാം. അനിയനാണേലും അനിയത്തിയാണേലും ഉണ്ണിമക്ക് കളിക്കാൻ ഒരാളാവും കൂട്ടില്. അപ്പൊ ഞങ്ങളുടെ ഒരു സന്തോഷമാണ് നിങ്ങളോട് പങ്കുവെച്ചത്. ഇതില് കുറെ പേർക്ക് നെഗറ്റീവ് പറയാൻ പറ്റും, കുറെ പേർക്ക് നല്ലത് പറയാൻ പറ്റും. അപ്പം നെഗറ്റീവ് പറയുന്നതോടൊന്നും പറയില്ല, നല്ലത് പറയുന്നതോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ബൈ. ഇതൊരു പ്രഗ്നൻസി റിവീൽ വീഡിയോ ആണ്. അവരവരുടെ മക്കളോടൊപ്പം താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള സന്തോഷ വാർത്ത ഭർത്താവിനോടൊപ്പം അറിയിക്കുന്നു. എന്തായാലും ഇതിനെതിരെയും ആളുകൾ ഇങ്ങനെ അടിയിൽ പോയിട്ട് ഈ വല്ല വയസ്സുകാലത്ത് വല്ല കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ 45+ ആയാലും 50+ ആയാലും ഈ സമയത്തൊക്കെ ഒരു പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് പേര് വിമർശിച്ച് രംഗത്തെത്തി. അപ്പോൾ ഇത്തരം വിമർശനങ്ങൾക്കെതിരെയും അവർ വളരെ ലഘുവായിട്ട് അതിനെ എടുത്തിട്ട് വീണ്ടും അവർ സകുടുംബ രംഗത്തെത്തി. നമുക്കൊന്ന് കാണാം. ഹലോ ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചില കമന്റ്സിനോടൊരു മറുപടിയാണ്. അല്ല, വന്ന കമന്റ് ഇതാണ്: ഇത്രയും പ്രായമായില്ലേ, അതും ഗർഭിണി ആയില്ലേ, നാണമില്ലേ? ഇതാണ് കമന്റ്. നാണം കിടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ലോകത്ത് ആദ്യത്തെ ഗർഭമല്ല ഇത്. പിന്നെ പെണ്ണ് ഗർഭിണിയാവും, സ്വാഭാവികം. അതിനകത്ത് നാണക്കേട് ഞങ്ങൾക്കില്ല. നാണക്കേടുള്ളവര് ഗർഭിണിയാവണ്ട. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: നിങ്ങൾക്ക് ആർക്കും ജോലിയില്ലേ? എല്ലാണോ ഇതേ ചുറ്റിപ്പറ്റിയാണല്ലോ ഉള്ളത്. സോ ഇതന്നാ മറുപടി കൊടുക്ക്. ജോലിയില്ലെണ്ണാ, ജോലിയില്ല, ഒരു ജോലി തരുവോ? ജോലിയില്ലെണ്ണാ. അപ്പൊ ജോലിയുള്ളവര് സുഹിത്തന്റെ നമ്പറിൽ വിളിക്കേണ്ടതാണ്. സുഹിത്തൻ തീർച്ചയായിട്ടും വരും. എല്ലാരും ഒരുപാട് കമന്റ് എനിക്ക് വരുന്നു. എനിക്ക് എത്ര മാസമായി, എനിക്ക് 2ാമത്തെ മാസമാണ്, ഞാൻ റെസ്റ്റ് എടുക്കണമെന്ന് എല്ലാരും ഇങ്ങനെ കമന്റിൽ കൂടെ പറയുന്നുണ്ട്. ഞാൻ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ ഒരുപാടില്ലേ, അപ്പൊ അവരെ സഹായിക്കാനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ പോയി അവിടുത്തെ ജോലിയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ നന്നായി റെസ്റ്റ് എടുക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയുണ്ടല്ലോ. അത് സ്വന്തം പ്രഗ്നൻസി ഒരു ആഘോഷമാക്കുന്നത്, ഇതിനെപ്പറ്റി വിമർശിക്കുന്നവർക്ക് വായ നിറച്ചു കൊടുക്കുക, ഇതൊക്കെയുള്ള രീതിയിൽ അവർ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി. പ്രഗ്നൻസിയുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവർ ഫേസ്ബുക്കിൽ ഈയിടെയായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കേട്ടോ. ഞാൻ ആ പോസ്റ്റ് ഇവിടെ കൊടുക്കാം. ഈ പോസ്റ്റിൽ അവർ ചോദിക്കുന്നത്, ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി എത്ര മാസം മുതലാണ് അമ്പലത്തിലേക്ക് പോവാതിരിക്കേണ്ടത് എന്ന്. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു. അപ്പം അതിനകത്ത് ഒരുപാട് കമന്റ് പറഞ്ഞു. നെഗറ്റീവായി ഏറ്റവും കൂടുതൽ പറഞ്ഞേ നിങ്ങൾ ആദ്യം അതൊന്ന് വായിച്ച് മനസ്സിലാക്കണമായിരുന്നു. എന്ന് വെച്ചാൽ എന്റെ അറിയില്ല, ഞാൻ എന്റെ 2 മക്കളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 5 മാസത്തിന് ശേഷം ഞാൻ അമ്പലത്തിൽ കയറിയിട്ടില്ല. അപ്പം അത് 10-25 വർഷത്തിനും 10-20-24 വർഷത്തിനും മുന്നല്ലായിരുന്നു. അപ്പം ഇപ്പൊ എത്ര മാസമാണ് എനിക്ക് അറിയത്തില്ല. എനിക്ക് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടല്ല, ഈ ഒരു സംശയം ഇവിടെ ഇങ്ങനെ പല മാസങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളോട് ചോദിച്ചു വരും മാത്രമേ ഉള്ളൂ. അതിന് ഒരുപാട്
നെഗറ്റീവ് കമന്റുകളാണ് കൂടുതലും. ഇത് വായിച്ചു നോക്കാറാണ് ആദ്യം പ്രസവിച്ചിട്ടില്ലയോ, ആദിത്യയാണോ, കൊഞ്ചലാണോ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലായില്ല. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയാത്ത ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റാണ് അപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയില്ലേ, നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണല്ലോ പ്രഗ്നൻ്റ് ആവണം. ഇപ്പോൾ ഇത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിപ്പോൾ പ്രഗ്നൻ്റ് ആയല്ലോ, ഇത്ര വയസ്സായിട്ട് ഇവർക്ക് നിങ്ങൾക്ക് 2 പിള്ളേരില്ലേ, മുമ്പത്തെ പ്രസവത്തിലൊന്നും നിങ്ങൾക്കത് അറിയില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഓരോ പോസ്റ്റും ഇവർക്ക് ഒരുപാട് ഈ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ്. എന്തായാലും ഇതിനെയൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവർ മുന്നേറുമ്പോൾ അവരുടെ പ്രഗ്നൻസിനെ പറ്റിയൊരു റൂമർ വന്നു. അതൊരു IVF ചികിത്സയിലൂടെ കിട്ടിയൊരു പ്രഗ്നൻസിയാണ്. അത് സ്കാനിങ്ങിലൂടെ അത് ഒരു ട്വിന്നാണ്, അതായത് ട്വിൻസ് ആയിട്ടുള്ള ബേബിയാണെന്നും കൂടി അവർ പറയുന്നുണ്ട്. എന്നാൽ ഈ IVF ചികിത്സാ മാർഗം ഈ പ്രായത്തിൽ അവർ എന്തിനു സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇത്രയും റിസ്ക് ആയിട്ട്, അതായത് ഓൾറെഡി 2 കുഞ്ഞുങ്ങളുണ്ട്, ഇത്രയും റിസ്ക് ആയിട്ട് IVF എപ്പോഴും ചികിത്സ നേടേണ്ട ഒരു അവസ്ഥ വരുന്നത് ഒന്നുമില്ലെങ്കിൽ ഹസ്ബൻഡിന് സ്പേം കൗണ്ട് കുറവാണെങ്കിൽ, അതും അല്ലെങ്കിൽ ഈ ഭാര്യയ്ക്ക് വല്ല ഫെലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്കോ അതല്ലെങ്കിൽ അവരുടെ ആ ഏജ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനനുസരിച്ച് അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നതോ, അങ്ങനെ ഒരുപാട് കാരണങ്ങളിൽ, പിന്നെ കുട്ടികളുണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത വളരെ പോസിബിലിറ്റി കുറഞ്ഞവർക്കുമൊക്കെ കൊടുക്കുന്നതാണ് ഈ IVF ചികിത്സാ രീതി എന്ന് പറയുന്നത്. എന്തായാലും ഈ IVF ചികിത്സാ രീതി ഇവർ സ്വീകരിച്ചു. ഇതിലൂടെയാണ് ഇവർക്ക് കുഞ്ഞുണ്ടായതൊക്കെ പറഞ്ഞാൽ കുറേ പേര് കമൻറ്റ് ചെയ്തു, മോൾക്ക് കുട്ടികളില്ലല്ലോ, മോൾക്ക് വേണ്ടിയായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. മോൾക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ള രീതിക്കൊന്നും, മോള് വളരെ ചെറുപ്പമാണ്, ഒരു 23-24 വയസ്സുണ്ടാവും, അവർക്ക് കുട്ടികൾ ഇനി ഉണ്ടാവില്ല എന്ന് യാതൊരു വക ഉറപ്പുമില്ല. സ്റ്റിൽ ഇവർ ഈ പ്രഗ്നൻസിയെ അത്രമാത്രം കെയർ ചെയ്തും അത്രമാത്രം സ്നേഹിച്ചും ഈ 2 കുട്ടികൾ ട്വിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പം നമ്മളൊരു പവിത്രം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടില്ലേ, നമ്മളുടെ ശ്രീവിദ്യയ്ക്ക് ഇത്രയും വലിയ മക്കളായിട്ടും പ്രഗ്നൻസി. അപ്പോൾ അതിൻ്റെ ഒരുപാട് കോംപ്ലിക്കേഷനൊക്കെ നിലവിലിരിക്കെ ഈ പ്രഗ്നൻസിയെ പറ്റിയിട്ട് ഇത്രയും കോംപ്ലിക്കേഷനൊക്കെ ആശങ്കകളൊന്നുമില്ലാതെ ഇവരിതിനെ വളരെ നന്നായിട്ട് ഫേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന്. എല്ലാ സ്ത്രീകൾക്കും ഏജ്ഡായിട്ടുള്ള പ്രഗ്നൻസിയിൽ ഒരു ടെൻഷൻ ഉണ്ടാവും, വിഷമങ്ങളുണ്ടാവും. അപ്പോൾ ഇവർ ഇത്രയും ആഗ്രഹിച്ചിട്ട് ഈ IVF ചികിത്സാ മാർഗം ഇതിന് തന്നെ ഏകദേശം ഒരു 3-4 ലക്ഷം രൂപ വേണ്ട, ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ മിനിമം ഒരു IVF നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിലൂടെ ഇവരിങ്ങനെ പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ, ഒരിക്കലും ഇത് മകൾക്ക് വേണ്ടിയാണോ. ചിലരെങ്കിലും പറഞ്ഞു ഇതൊരു സറോഗസി പോലെ, അതായത് ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്ന പോലെ മകൾക്ക് വേണ്ടിയിട്ട് ഇവരെ 2 കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ ചുമക്കുകയാണ്, മകൾക്ക് കൊടുക്കാനാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതിൽ സറോഗസി എന്നുള്ളൊരു സംഗതിയേ വേറെയാണ്. സറോഗസി ഇതുമായിട്ട് യാതൊരു വക ബന്ധമില്ലാത്തതാണ്. അത് കുഞ്ഞുങ്ങളെ സ്വന്തമായിട്ട് ഗർഭാവസ്ഥയിൽ ചുമക്കാനായിട്ട് മനസ്സില്ലാത്ത, അല്ലെങ്കിൽ അതിനുള്ള സമയമോ അത്രയും സെലിബ്രിറ്റികൾ അവരൊക്കെ ചെയ്യുന്നൊരു മാർഗ്ഗമാണ് ഈ സറോഗസി. അവരുടെ കുഞ്ഞിനെ വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വളർത്തുക, ഇതും അതുമായിട്ട് യാതൊരു വക ബന്ധമില്ല എന്നുള്ളത് പറയട്ടെ. എന്തായാലും ഈ 50+ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബന്ധം, ഒരു 45+ ആണെന്നിരിക്കട്ടെ, അവർ പറഞ്ഞത് 42 എന്നാണ്, ഇവർക്ക് 42 ഒന്നുമല്ല, എന്തായാലും ഒരു 48 to 50 വയസ്സുണ്ട്. ഈ 48 to 50 വയസ്സിൽ അവരിങ്ങനെ ഒരു വിവാഹം തിരഞ്ഞെടുത്ത് തന്നെ എല്ലാവരും നമ്മളൊരു വയസ്സായ സ്ത്രീ അല്ലെങ്കിൽ ഇത്തിരി പ്രായമുള്ളൊരു സ്ത്രീ വിവാഹിതയായി അവൾക്ക് അതിൻ്റെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ, അങ്ങനെയല്ല കേട്ടോ. ഒരു 40+ലൊക്കെ ഭർത്താവ് മരിച്ചു, അതല്ലെങ്കിൽ ഭർത്താവ് ഡിവോഴ്സായിട്ട് വേറൊരു ഇണയെ തേടുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 40+ൽ ഒരുപാട് എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്, അവിഹിത ബന്ധങ്ങൾ ഒരുപാട് സ്ത്രീകൾക്ക് കൂടുന്ന ഒരു കാലഘട്ടമാണിത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം തന്നെ അവർ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരുടെ ആ ഒരു മെനോപോസ് സ്റ്റേജിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇമോഷണലി അവർ കൂടുതൽ അവർക്ക് കെയർ ആവശ്യമാണ്, ലവ് ആവശ്യമാണ്, അവരെ പൊതിഞ്ഞ് പിടിക്കണം. അപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളേക്ക് ഞാൻ പറഞ്ഞില്ല, കേരള കൾച്ചറിൽ അവരൊരു ഒറ്റപ്പെട്ട പോലെയാണ്. മോള് കല്യാണം കഴിച്ച് പോവും, അതിൻ്റെ പ്രസവം നോക്കും, അപ്പോഴേക്കും ഭർത്താവിന് ഏജായി എൻ്റെ ഒരു വഴക്കും ബഹളവും പ്രശ്നങ്ങളും ഇവരുടെ ആ ഒരു നാച്ചുറലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ വീട്ടിൽ ഒരു 40+ ആയി കഴിഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അവരിങ്ങനെ ഒരു ഏകാന്തതയിലേക്കും അവരുടെ ഒരു ഹോർമോണൽ ചേഞ്ചിലെ ഒരു ഇതിലേക്കൊക്കെ നീങ്ങുമ്പോൾ അവർ കൂടുതലും ഇമോഷണലി അവരുടെ നീഡ്സ് കൂടുകയാണ്. ഈ ഫിസിയോളജിക്കൽ നീഡിനേക്കാളും ഒരു ശാരീരിക ആവശ്യത്തെക്കാളും അവർക്ക് ഇമോഷണലി അവരുടെ ലവ്, കെയർ, അവരെ ഒരുപാട് സ്നേഹിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ഇമോഷണൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് അവർ
ഇങ്ങനെ ഒരു ബന്ധം. ശരിക്കും പറഞ്ഞാൽ ഉദയഗിരിജയെ സംബന്ധിച്ചിടത്തോളം 2 വലിയ മക്കളായി അവരുടെ ഫാമിലിയായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇവരെ ടേക്ക് കെയർ ചെയ്യാനും ഇവരെ ലവ് ചെയ്യാനും ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും ഒരു പങ്കാളി വേണമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രായത്തിലും അവർ വിവാഹം കഴിച്ചത്. ഇനി എന്തുകൊണ്ട് അവർ ഗർഭിണിയായി എന്ന് വെച്ചാൽ ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട് അവരെ കെയർ ചെയ്യുന്ന ഒരു പങ്കാളി, ആ പങ്കാളിക്കും അവർക്കും കൂടിയിട്ട് ഒരു കുഞ്ഞ് വേണം എന്നുള്ളത് അവരുടെ ഒരു സ്വകാര്യ നിമിഷത്തിലെ ആഗ്രഹമാണ്. നമുക്കൊരു കുഞ്ഞ് വേണം, അതിൻ്റെ ഭാഗമായിട്ട്. അല്ലെങ്കിൽ ഇത് പ്രസവിച്ച് കഴിഞ്ഞാൽ ഇത് മോൾക്ക് കൊടുക്കാം, ഒരെണ്ണം മോന് കൊടുക്കാം, അങ്ങനെയൊന്നുമല്ല. അത് അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഡീപ്നെസ്, ആഴം കാണിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇങ്ങനെ ഒരു സമയത്തും ഇത്ര റിസ്ക് എടുത്തിട്ടായാലും നമ്മൾക്കൊരു കുഞ്ഞ് വേണം എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകത. എന്തായാലും ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ നെഗറ്റീവ് കമൻസ് മേടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പർപ്പസ്ഫുള്ളി പോസ്റ്റ് ഇടുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഒരു പുതിയ 2 കുഞ്ഞുങ്ങൾ ഈ ലോകത്തേക്ക് വരിക എന്ന് പറയുന്നത് വളരെ പ്ലസ് പോയിൻ്റാണ്. അത് അവർ എൻജോയ് ചെയ്യട്ടെ, നല്ല രീതിയിൽ അവർ ജീവിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.